ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് വന്നിരിക്കുന്നത് എംബററുടെ എനർജിയാണ്. എംബറർ കണ്ടില്ലേ? നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വളരെ നല്ല എനർജി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് നല്ല മാറ്റം വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. കാരണം നിങ്ങൾക്കൊരു എംബററുടെ പദവിയിൽ ഇരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങളൊക്കെ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്തു പോകാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ലഭിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ കുറേ നോളജ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നോളജ് എന്ന് പറയുമ്പോഴെന്താണ്, അത് മുൻപേ കിട്ടിയത്, ജെനുവിനായിട്ട് തന്നെ കിട്ടിയതുകൊണ്ട് പിന്നെ നിങ്ങൾ ആർജിച്ചെടുത്തതുമായ കുറേ കാര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള എനർജിയിലൂടെ നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ ജോലിയൊക്കെ ലഭിക്കാൻ നോക്കിയിരിക്കുന്നവർക്ക്, ഗവൺമെന്റ് ജോബിന് നോക്കിയിരിക്കുന്നവർക്ക് അതിനുള്ള ഒരു വഴി തെളിയുന്നുണ്ട്. അതുപോലെ പെർമനന്റ് ആയിട്ട് സാലറി ഒക്കെ മുടങ്ങി കിടക്കുന്നവർക്ക് അത് പെർമനന്റ് ആയിട്ട് കിട്ടാനും ഒക്കെയുള്ള ഒരു സന്തോഷ വാർത്ത നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം വരുന്നതായിരിക്കും എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു എനർജിയിൽ ഇരിക്കുമ്പോൾ തന്നെയും നിങ്ങളെ മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യുന്നു, കൂടുതലായിട്ട് പഴയതിനെ അപേക്ഷിച്ച് കൂടുതലായിട്ട് റെസ്പെക്ട് ചെയ്ത് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അങ്ങനെ ഏതൊരു വിധത്തിലായാലും ഈ ഒരു പദവി എന്ന് പറയുന്നത് സമൂഹത്തിൽ ഉയർന്ന ഒരു പദവി തന്നെയാണ്. അപ്പൊ ഈ ഒരു സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കുന്നത് വളരെയധികം ദൈവാനുഗ്രഹത്തോടു കൂടി തന്നെയാണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അടുത്തായിട്ട് എന്താണ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അടുത്തായിട്ട് വരുന്നത് 7 ഓഫ് സോഡിന്റെ എനർജിയാണ്. കണ്ടല്ലേ? ഇവിടെ ആരിൽ നിന്നൊക്കെ രാത്രിയുടെ മറവിലാണ്, രാത്രിയുടെ മറവാണ്. ആരിൽ നിന്നൊക്കെ എന്തൊക്കെയോ ഇവിടെ ഒരു മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന എനർജിയാണ്. ആരും കാണാതെ, എന്നാൽ ഇത് അവർ കാണുന്നുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കുക കൂടി ചെയ്യുന്നുണ്ട് ഇവിടെ. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് സൂക്ഷിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ യാത്ര പോകുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ബാഗ്, പൈസ ഒക്കെയും സൂക്ഷിക്കാവുന്നതാണ്. ഇനി അത് തന്നെയും ഇല്ല, ആരെങ്കിലും ആവശ്യമില്ലാതെ പരിചയം നടിച്ചു വരികയോ അല്ല പുതിയതായിട്ടൊരു തുടക്കം കുറിക്കാനുള്ള എനർജി കൊണ്ടുവരികയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ഒന്ന് സൂക്ഷിക്കണം. വെറുതെ ചില പഞ്ചാര വർത്തമാനങ്ങളൊക്കെ പറയുക, അതുമല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ ചോദിക്കുക, അങ്ങനെയൊക്കെ ആരെങ്കിലും അടുത്തു വരുമ്പോൾ ഇന്നത്തെ ദിവസം ഒന്ന് സൂക്ഷിക്കാവുന്നതാണ്. അതുപോലെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പരിചയം കുറിക്കൽ ഒരുപാട് അബദ്ധങ്ങൾക്ക് വഴിതെളിക്കുന്നതാണ്. അതുകൊണ്ട് അത് നിങ്ങൾ ഇന്നത്തെ ദിവസം ഒന്ന് സൂക്ഷിക്കാവുന്നതാണ്. ഇന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധ വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സാമ്പത്തികം ചോദിച്ച് നിങ്ങളെ കബളിപ്പിക്കാൻ വരാം, പ്രണയം നടിച്ച് നിങ്ങളെ കബളിപ്പിക്കാൻ വരാം, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അത് ഏതൊരു വിധത്തിലായാലും നിങ്ങളോടൊപ്പം നടക്കുന്നവർ തന്നെ നിങ്ങളെ ഒന്ന് കബളിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു ഇന്നത്തെ ദിവസം. അപ്പോൾ അത് വളരെയധികം സൂക്ഷിക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. ഇവിടെ വന്നിരിക്കുന്നത് 2 ഓഫ് കപ്സിന്റെ എനർജിയാണ്. 2 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, ചിലപ്പോൾ ചില വ്യക്തികൾ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട് അവസ്ഥയിലേക്ക് പോയിരിക്കാം. അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളെ കാണാതിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കെയർ ചെയ്ത് മുൻപൊക്കെ നിങ്ങൾ വളരെയധികം സ്നേഹിച്ച് മുന്നോട്ട് പോയിരുന്നതായിരിക്കണം. അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സെപ്പറേഷൻ വന്നുവെങ്കിൽ അവർ വീണ്ടും നിങ്ങളോട് അടുത്തുകൂടി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുമല്ലെങ്കിൽ പുതിയതായിട്ട് ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളോട് ലവ് പ്രപ്പോസ് ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ ഒന്നിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്ന എനർജി ആവാം. അത് തന്നെ വളരെയധികം സോൾമേറ്റ്
കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന എനർജി ഉണ്ട് ഇവിടെ. അപ്പോൾ അത്തരത്തിലുള്ള നല്ല ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് കപ്പല്ലേ, കപ്പ് വാട്ടർ സൈനാണ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഇവിടെ വന്നിരിക്കുന്ന സോഡാണ്, സോഡ് എയർ സൈനാണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. അപ്പോൾ ഇവിടെ ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഏത് തരത്തിലായാലും കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പോകാൻ സാധിക്കും. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും, നിങ്ങളുടെ മറ്റ് വ്യക്തിപരമായ കാര്യങ്ങളിലായാലും, നിങ്ങളുടെ സൊസൈറ്റിയിലായാലും, ജോലി ചെയ്യുന്നിടത്തായാലും ശരി, എല്ലായിടത്തും ഒരു കോംപ്രമൈസ് ചെയ്ത് പോവുക എന്ന് പറയുന്നത് അത്യാവശ്യ കാര്യമാണ്, അല്ലെ? കൂടെ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം ആരായാതെ അല്ലെങ്കിൽ ചോദിക്കാതെ അറിയാതെ ഒക്കെ നിങ്ങൾ ഒറ്റയ്ക്കൊരു ഭാരം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്കൊരു പങ്കാളി കൂടെ ഉണ്ടെന്ന്, വിശ്വസ്തനായ ഒരു പങ്കാളി കൂടെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലായാലും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അത്തരത്തിലൊരു പാർട്ട്ണറെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുവഴി നിങ്ങൾ അവരുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അവരുടെ സപ്പോർട്ട് അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം സപ്പോർട്ട്, അവരുടെ കെയറിങ് ഒക്കെ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അടുത്തതായിട്ട് എന്താണ് നമുക്ക് നോക്കാവേ. അടുത്തതായിട്ട് വന്നിരിക്കുന്ന മജീഷ്യന്റെ എനർജിയാണ്. മജീഷ്യന്റെ എനർജി എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, എല്ലാ കാര്യങ്ങളിലും കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങളെപ്പോലെ കഴിവുള്ള വ്യക്തികൾ മറ്റാരും തന്നെ ഇല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ക്രിയേറ്റീവ് എനർജി ഉള്ള വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങൾക്കുള്ളിൽ ഒരുപാട് കഴിവുകൾ ഉറങ്ങിക്കിടപ്പുണ്ട്. നിങ്ങളത് കണ്ടെത്താൻ കഴിയാതെ വിഷമിക്കുന്നുണ്ടാവാം. അതുമല്ല എങ്കിൽ നിങ്ങൾക്കത് കണ്ടെത്താൻ കഴിയുന്നില്ല. അത്തരം ഒരു അവസ്ഥയിലാണ് നിങ്ങളെന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നിങ്ങൾ മനസ്സിലാക്കുക അത്യാവശ്യമാണ്. നിങ്ങൾ നിങ്ങളിൽ ഫോക്കസ് ചെയ്യുക. പലപ്പോഴും അത്യാവശ്യമായ ഒരു കാര്യമാണ്. നിങ്ങൾ പലപ്പോഴും നിങ്ങളിൽ ഫോക്കസ് ചെയ്യണം. മനസ്സിലായോ? നിങ്ങൾ എന്താണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അവിടെ നിന്ന് നിങ്ങൾക്കുള്ള കഴിവ് എന്താണ്, തൻ്റെതായ കാര്യങ്ങളാണ് ആദ്യം നോക്കേണ്ടത്. എന്നിട്ട് മതി മറ്റുള്ളവരിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ചിലരാണെങ്കിൽ എങ്ങനെയാണ്, അവരുടെ സ്വന്തം കാര്യങ്ങൾ നോക്കിയില്ലെങ്കിൽ പോലും മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് കൂടുതൽ താല്പര്യം കാണിക്കാൻ പോകും. പക്ഷെ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം കാര്യം. അപ്പൊ സ്വന്തം കാര്യത്തിൽ സ്വന്തമായിട്ട് എന്ത് കഴിവാണോ ഉള്ളത്, സ്വന്തമായിട്ട് ദൈവാനുഗ്രഹം ഉണ്ട്, പക്ഷെ അതൊന്നും കാണാതെ കേൾക്കാതെ നടക്കുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നിങ്ങളിലുള്ള കഴിവ് എന്താണോ, നിങ്ങൾക്ക് എന്ത് കഴിവുണ്ടോ, നിങ്ങൾക്ക് എങ്ങനെയാണ് പവർഫുൾ ആയിട്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്നത്, അത് നിങ്ങളിവിടെ മനസ്സിലാക്കി മുന്നോട്ട് വരണം എന്നുള്ളതാണ് കാണുന്നത്. അങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് പാത്രമാവും. ഒരുപാട് പ്രശസ്തി ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനും നിങ്ങളെ കൊണ്ട് ഈ ഒരു സമയത്ത് സാധിക്കുന്നു. ചില കാര്യങ്ങൾക്ക് പുതിയ തുടക്കം കുറിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത് നിങ്ങൾക്ക് ബുദ്ധിപരമായാലും ആവേശത്തിന്റെ കാര്യമായാലും അതുപോലെ തന്നെ സാമ്പത്തികപരമായ കാര്യമായാലും സ്നേഹത്തിന്റെ കാര്യമായാലും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാളും ഉയർച്ചയിലേക്ക് പോകാൻ സാധിക്കുന്നു. ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം കൊണ്ടുവരാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ പുതിയ തുടക്കം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പുതിയ ചില കാര്യങ്ങൾ തീരുമാനിച്ച് പുതിയ തുടക്കത്തിലേക്ക് പോകാം എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവണം. ഏസ് ഓഫ് വാൺസിന്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്ന് എന്തെങ്കിലും കാര്യത്തിന് ഒരു തുടക്കം കുറിക്കണമെന്ന്. നേരത്തെ തന്നെ നിങ്ങൾ വിചാരിച്ചു വെച്ചിട്ടുണ്ടാവാം എന്തെങ്കിലും കാര്യം ഇന്നത്തെ ദിവസം തുടങ്ങി വെക്കണമെന്ന്. അപ്പോൾ ഇത് എന്തെങ്കിലും ചിലപ്പോൾ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളാവാം. ഏസ് അല്ല, ഏസ് ഒരു തുടക്കമാണ്. വെളിച്ചത്തിലേക്ക് പോവുകയാണ് നിങ്ങൾ. അതായത് സണ്ണിന്റെ എനർജിയാണ് ഏസ് എന്ന് പറയുന്നത്. അപ്പോൾ വാൺസ് ഫയർ സൈൻ, ഏരിസ്, ലിയോ, സജിറ്റേറിയസ് എനർജി. അപ്പോൾ ഇവിടെ നിങ്ങൾ വളരെയധികം ആവേശത്തോടു കൂടിയാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം ഇത് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ തുടക്കം വളരെയധികം സക്സസിലേക്കാണ് നീങ്ങാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. അതായത് സണ്ണിന്റെ എനർജി വളരെയധികം ഹാപ്പിനെസ്സിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത് വളരെ നല്ല ദൈവാനുഗ്രഹത്തോടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഏതെങ്കിലും ഷോപ്പിന്റെ കാര്യത്തിലാവാം, എന്തെങ്കിലും തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഏർപ്പെടുന്നുണ്ടാവാം. അതുമല്ല എങ്കിൽ ചിലപ്പോൾ മറ്റെന്തെങ്കിലും സാമ്പത്തികമായ
ധനപരമായ കാര്യങ്ങളിൽ മണി ഏൺ ചെയ്യാൻ വേണ്ടിയുള്ള ഏതെങ്കിലും ചില പ്രവർത്തനങ്ങൾ നിങ്ങൾ ഇന്ന് തുടങ്ങി വയ്ക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ആ ഒരു തുടക്കം നിങ്ങൾക്ക് വളരെയധികം സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ടെമ്പറൻസ് ആണ്. ടെമ്പറൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം നിങ്ങളിവിടെ തുടങ്ങി വെച്ച കാര്യം ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു. പുതിയതായിട്ട് തുടങ്ങി വെച്ച വളരെയധികം ആവേശത്തോടുകൂടി തുടങ്ങി വെച്ച ആ ഒരു കാര്യത്തെ നിങ്ങൾക്ക് വളരെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ട്, ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്, ഇവിടെ കാണുന്നത്. അതായത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈക്വലൈസ് ചെയ്ത് പോകാൻ സാധിക്കും. എന്താണ് നഷ്ടം, എന്താണ് ലാഭം, എന്താണ്, ഇതിനെ രണ്ടിനെയും വകവയ്ക്കാതെ ഒരേപോലെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ സുഖം എന്താണ്, ദുഃഖം എന്താണ്, ഇതിനെ രണ്ട് വികാരങ്ങളെയും ഒരേപോലെ കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ അതിൽ കവിഞ്ഞൊരു വിജയം വേറെയില്ല. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അങ്ങനെ പോകാൻ സാധിക്കുന്നു പല കാര്യങ്ങളിലും, ഒരു കാര്യത്തിൽ മാത്രമല്ല പല കാര്യങ്ങളിലും. ഇവിടെ പിന്നീട് വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഏസ് ഒരുപാട് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, കാരണം തുടക്കമുണ്ടായി. ഇന്നത്തെ ദിവസം പല കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു തുടക്കം വരുന്നു എന്നുള്ളതാണ്. വളരെ നല്ല ഒരു ദിവസമല്ലേ ഇന്ന്. അപ്പോൾ എല്ലാവരും ശിവരാത്രി വ്രതമൊക്കെ എടുത്തിട്ട് വരുന്ന ദിവസം, ആ ഒരു അനുഗ്രഹത്തോടു കൂടി വരുന്ന ഒരു ദിവസമല്ലേ. അപ്പോൾ പ്രപഞ്ചം മുഴുവനും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു എനർജി, അത് നിങ്ങളിലേക്ക് ആത്മീയപരമായ എനർജി, അത് നിങ്ങളിലേക്ക് ഒരുപാട് ആവേശത്തെ തരുന്നതാണ്, ഒരുപാട് കോൺഫിഡൻസിനെ തരുന്നതാണെന്നാണ് ഇവിടെ കാണുന്നത്. അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം, ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഏസ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ പ്രണയത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു തുടക്കമാണ്. എന്തായാലും ശരി, നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അത് അവിടേക്കൊരു പ്രണയം, അത് ഈ ഒരു പ്രണയം എന്ന് പറയുന്നത് ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഡിവൈനിൽ നിന്ന് തുടങ്ങുന്നതാണിത്. അങ്ങനെ ഒരു കണക്ഷൻ എന്ന് പറയുമ്പോൾ വളരെയധികം സിൻസിയർ ആയിരിക്കും, അതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാൻ സാധിക്കുന്നു. അതിൻ്റെ ഒരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ആരോ നിങ്ങളിലേക്ക് ഒരു പുതിയ പ്രണയം തൊടുത്തു വിടുന്നുണ്ട്, അല്ല എങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും പുതിയ പ്രണയം പറയുന്നുണ്ടായിരിക്കണം. അങ്ങനെ ഒരു തുടക്കമാണ് വരുന്നത്. ഇനി അഥവാ ഇനി പ്രണയമല്ല, മറ്റേതെങ്കിലും കാര്യത്തിലാണെങ്കിൽ ഏസ് ഓഫ് വാൺസിന്റെ എനർജി വന്നിട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ, ഏസ് എന്ന് പറയുമ്പോൾ ഒരു തുടക്കമല്ലേ ഇവിടെ വരുന്നത്, ഒരു സണ്ണിന്റെ എനർജി തന്നെയാണ് ഇവിടെ, അത് തന്നെയാണ്. അപ്പോൾ നല്ല ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് പോകുന്ന എനർജി. അപ്പോൾ ഇതുവരെയുള്ള വിഷമത്തിൽ നിന്ന് നിങ്ങളൊന്ന് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ചില പ്രണയ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിഷമം ഉണ്ടെങ്കിൽ അതിന് വീണ്ടും ഒരു റീസ്റ്റാർട്ട് വരുന്നു എന്നുള്ളത് കാണാം. ഇവിടെ ചിലപ്പോൾ നോ കോണ്ടാക്ട് അവസ്ഥയിലൊക്കെ ഇരിക്കുന്നവർക്ക് വീണ്ടും, അതങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്നവർക്ക് വീണ്ടും അതിൻ്റെ ഒരു തുടക്കം വരുന്നു എന്നുള്ളതാണ്. ഒരു സമാധാനത്തിലേക്ക്, സന്തോഷത്തിലേക്ക് നീങ്ങാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് പ്രിൻസസ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. അതായത് ക്യൂൻ ഓഫ് വാൺസ് ആവാം. ഇവിടെ ഈ ഒരു വാൺസിന്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് മാറ്റത്തെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ കഴിയുന്നു. അപ്പോൾ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ വരുന്നുണ്ട്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ആക്ടിവേഷൻ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ, മറ്റുള്ളവരുടെ സ്നേഹത്തെ ആകർഷിക്കാനൊക്കെ ഈ ഒരു ദിവസം നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ബ്യൂട്ടി കോൺഷ്യസ് ഉള്ള ഒരു കഴിവ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപന്തിയിൽ നിൽക്കാനുള്ള ഒരു കഴിവ്, മറ്റുള്ളവരുടെ ആദരവ് പിടിച്ചു പറ്റാനുള്ള ഒരു സമയമാണ് ഇന്ന് നിങ്ങൾക്കുള്ളത് എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ആ ഒരു തരത്തിൽ നിങ്ങൾക്ക് മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത്തരത്തിലുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിലനിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന, എല്ലാവർക്കും പോസിറ്റീവ് എനർജിയെ കൊടുക്കുന്ന ഒരു വ്യക്തിയായി മാറാൻ നിങ്ങളെ കൊണ്ട് ഇന്ന് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കാരണം വളരെയധികം പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കാർഡ്സിലും നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ കിങ് ഓഫ് കോയിൻസ് ആണ് കിങ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അപ്പോൾ കിങ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന എനർജിയാണ്.
മനസ്സിലായോ? പല വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു മോചനം, ഒരു മുക്തി ലഭിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ധാരാളമായിട്ട് സാമ്പത്തികം നിങ്ങൾക്ക് വരാൻ പോകുന്നു. കിങ് ഓഫ് പെന്റക്കിൾസ് അല്ലേ, പെന്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി. കിങ് ആവാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ഒരു ഉയർന്ന പദവിയിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. സാമ്പത്തികത്തിൻ്റെതായ എനർജി, സാമ്പത്തികം കൊണ്ട് എന്താണ് ഫ്രീഡം കിട്ടുന്നതെങ്കിൽ ഏറ്റവും വളരെ നല്ല ഒരു കാര്യമല്ലേ അത്. അപ്പോൾ തന്നെ മനുഷ്യരുടെ ശ്രദ്ധ ആകർഷിക്കാൻ കഴിയുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് സഹായം ചെയ്യാനും നിങ്ങളെ കൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത് ഏതെങ്കിലും ഒരു വിധത്തിൽ, ചിലപ്പോൾ ചെറിയ ലോട്ടറികളാവാം, അതുമല്ല എങ്കിൽ നേരത്തെ കിട്ടാനുള്ള സാമ്പത്തികമാകാം, അതുമല്ല എങ്കിൽ നിങ്ങൾ ജോലി ചെയ്തതിൻ്റെ ചിലപ്പോൾ കിട്ടാനുള്ള സാമ്പത്തികമാകാം. ഏത് വിധത്തിലായാലും ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കാനുള്ള എനർജി ഇവിടെ കാണുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ്, നൈറ്റ് ഓഫ് കോയിൻസ്. നൈറ്റ് ഓഫ് കോയിൻസ് എന്ന് പറയുമ്പോൾ പെന്റക്കിളാണ്. അപ്പോൾ ദൂരദേശത്തു നിന്ന് നിങ്ങൾക്ക് ആരെങ്കിലും ചിലപ്പോൾ സാമ്പത്തികം തന്ന് സഹായിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സഹായവും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ലഭിക്കുന്നതായിരിക്കും എന്നാണ് കാണുന്നത്. അപ്പോൾ അത് വളരെ നല്ല എനർജി അല്ലേ. ചിലപ്പോൾ നിങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും ദൂരെ നിന്നും വരാം, അതും വളരെ നല്ല എനർജിയാണ്. ഇവിടെ ദ ഔട്ട്സൈഡറാണ്. ആരോ വരുന്നുണ്ട്, എന്നെ രക്ഷിക്കാൻ ആരോ വരുന്നു എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലായ്പ്പോഴും അങ്ങനെയുള്ള ഒരു പ്രതീക്ഷ എന്തുകൊണ്ടാണ് ലഭിക്കുന്നത്? ആരെങ്കിലും എന്നെ വന്ന് രക്ഷപ്പെടുത്തും, ഞാൻ ഇതുവരെ ഒരു ഗുഹയ്ക്കുള്ളിൽ കഴിയുന്നത് പോലെ, അല്ലെങ്കിൽ ഒരുപാട് മാനസിക പ്രശ്നങ്ങളിൽ കഴിയുന്ന ഒരു വ്യക്തിയാണ്, ഇവിടെ എന്തെങ്കിലും ഒരു രക്ഷ വരുന്നുണ്ട്. അതാണ് ആ ഒരു രക്ഷ ചിലപ്പോൾ സാമ്പത്തികത്തിൻ്റെതാവാം, അതുമല്ല എങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള രക്ഷയാവാം. അങ്ങനെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ വെയിറ്റ് ചെയ്യുന്നിടത്ത് മറ്റാരോ വന്ന് രക്ഷിക്കാൻ വരുന്നു. ഇനി അതുമല്ലെങ്കിൽ ഒരു ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ്, രക്ഷയുടേതായ കരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അനുഗ്രഹത്തിൻ്റെതായ കരങ്ങൾ വരുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് അവയർനെസ് ആണ്. അവയർനെസ്, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പലർക്കും അവയർനെസ് ലഭിക്കുന്നു. അതായത് തിരിച്ചറിവുകൾ, ഉത്ബോധം ഒക്കെ വന്നിരിക്കുന്നു. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ഒന്ന് മാറാൻ പോവുകയാണ്. കണ്ടില്ലേ, നിങ്ങളിൽ നിന്നും നല്ല ഒരു മാറ്റം വരികയാണ്. നിങ്ങൾ സ്പിരിച്വലായിട്ട് കുറെ ഉയർച്ചയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സ്പിരിച്വൽ കണക്ഷൻ ലഭിക്കുന്നുണ്ട്. നിങ്ങൾ സ്വയം ആത്മീയ പാതയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുവഴി നിങ്ങൾക്ക് തിരിച്ചറിവുകൾ ഉണ്ടാവുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇതുവരെയുള്ള ഒരു ജീവിത രീതിയെ വിട്ടിട്ട് മുൻപോട്ട് പല രീതികളെയും നമ്മൾ അവലംബിച്ചു പോവുകയാണെങ്കിൽ ദൈവാനുഗ്രഹത്തിലേക്ക് പോവുകയാണ്. കുറെ കാര്യങ്ങളെ ഉപേക്ഷിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്ന, ചില മോശം സാഹചര്യങ്ങളെ നമ്മൾ ഉപേക്ഷിക്കുന്നു, മോശം കാര്യങ്ങളെ നമ്മൾ ഉപേക്ഷിക്കുന്നു, മോശം എനർജീസിനെ നമ്മൾ ഉപേക്ഷിക്കുന്നു. അങ്ങനെ നമ്മൾ മുന്നോട്ട് വരികയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ആത്മാവിനെ അറിയാനുള്ള നമ്മുടെ സോളിനെ അറിയുക, നമ്മളുടെ സ്പിരിറ്റ് എന്താണെന്ന് അറിയുക, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾ മുന്നോട്ടിറങ്ങി തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ അവെയർനെസ് ഉണ്ടാകും. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഉയരത്തിലേക്ക് പോകാൻ സാധിക്കുന്നത്. ജീവിതത്തിൽ തന്നെ നല്ലൊരു അഭിവൃദ്ധിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. നിങ്ങൾ വിചാരിക്കാത്ത പല വിധത്തിലുമുള്ള അഭിവൃദ്ധിയിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ റിസപ്റ്റിവിറ്റിയാണ്. അപ്പൊ ഇന്നത്തെ ദിവസം ഏതെങ്കിലും തരത്തിലുള്ള ഗിഫ്റ്റ്, ബ്ലെസ്സിങ്സ് ആയിരിക്കണം നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ടാവാം. അപ്പോൾ ഈ ഒരു ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സന്തോഷത്തിനുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ ചക്രാസ് ആക്റ്റീവ് ആകുന്നതാവാം, നിങ്ങളുടെ ഹെൽത്ത് ചിലപ്പോൾ ശരിയായി വരുന്നതാവാം, നിങ്ങൾക്ക് വെൽത്ത് ചിലപ്പോൾ ശരിയാവുന്നതാവാം. അതുപോലെ തന്നെ നിങ്ങളുടെ സാമ്പത്തികമായാലും നിങ്ങളുടെ ശാരീരികമായാലും മാനസികമായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഉണർവിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നല്ലൊരു ഉയർച്ചയിലേക്ക് പോകാൻ സാധിക്കുന്നു, സന്തോഷത്തിലേക്ക്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഗിഫ്റ്റുകൾ തരാം. അതിനെയൊക്കെ സ്വീകരിക്കാനുള്ള ഒരു ദിവസം ഇന്ന് ഉണ്ടാവുന്നു എന്നുള്ളതും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്.
ഇവിടെ മൊമെന്റ് ടു മൊമെന്റ് ആണ് വന്നിരിക്കുന്നത്. ഓരോ നിമിഷവും നിങ്ങളിലേക്ക് അനുനിമിഷം നിങ്ങൾക്ക് ചേഞ്ച് വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ബോട്ടം വന്നിരിക്കുന്നത് ലവേഴ്സ് ആണ്. ലവേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. അതുപോലെ ഇവിടെ 2 ഓഫ് കപ്സിന്റെ എനർജി നേരത്തെ തന്നെ വന്നിരുന്നതാണ്. ഇപ്പോഴിവിടെ നമുക്ക് ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു ലവേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മുൻപേ പരിചയമുള്ള ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്നതാവാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കെയറിങ്ങിനായാലും നിങ്ങളെ കൂടുതൽ ലവ് ചെയ്യാനായാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായാലും നിങ്ങൾക്ക് നല്ലൊരു പാർട്ട്ണർ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ ആ പാർട്ട്ണറുമായിട്ട് ഒത്തുചേർന്ന് നല്ല ഒരു സന്തോഷത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. നമുക്ക് ഇന്ന് ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ഒന്ന് നോക്കാവേ. റിമെയിൻ പോസിറ്റിവിറ്റി എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇന്നത്തെ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് ഇരിക്കാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ അതിന് ശ്രമിക്കണം. നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കാത്തതായിട്ട് ഒന്നും തന്നെയില്ല. പോസിറ്റിവിറ്റി കൊണ്ടുവരണോ നെഗറ്റിവിറ്റി കൊണ്ടുവരണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് നിങ്ങൾ സ്വയമാണ്. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. ആരെങ്കിലുമായിട്ട് വഴക്കിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് പിണങ്ങിയോ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ അത് വേണ്ടെന്ന് വെക്കാനും അത് വേണമെന്ന് വെക്കാനും എല്ലാം നിങ്ങളെ കൊണ്ട് കഴിയും. മനസ്സിലായോ? നിങ്ങളുടെ മനസ്സന്തോഷമാണ് ഏറ്റവും വലുത്. നിങ്ങളുടെ സോളിന് ഹാപ്പിനെസ് ആണ് അത്യാവശ്യം. അത് കൊടുക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാകണം. മറ്റുള്ളവരൊന്നും അത് കൊണ്ടുതരില്ല. ആ ഒരു ബോധം നിങ്ങൾക്കുണ്ടാവണം. അതാണ് പറഞ്ഞത്, നിങ്ങളായിട്ടിരിക്കണം. മനസ്സിലായി? നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യണം. എനിക്കെന്താണ് അത്യാവശ്യമായിട്ടുള്ളത്, ഞാൻ എന്ത് കടമയാണ് ഈ ഒരു ജീവിതത്തിൽ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ളത് എന്ന് സ്വയം ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ തീരുമാനമെടുത്ത് മുന്നോട്ട് വരികയാണെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയണമെന്ന് തോന്നില്ല. മനസ്സിലായോ? എന്ന് പറഞ്ഞതുപോലെ അതിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. വളരെയധികം പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി ഉറക്കമിളച്ച് കാത്തിരിക്കേണ്ട കാര്യമില്ല. ഒരുപാട് സ്ട്രെസ് അനുഭവിച്ച് എന്തിനാണ് ടെൻഷൻ അനുഭവിച്ച് കഴിയുന്നത്? എന്തിനാണ് നിങ്ങളുടെ എനർജി ഡൗൺ ആക്കി വെക്കേണ്ടത്? യാതൊരു ആവശ്യവുമില്ല. അതുകൊണ്ട് അനാവശ്യകരമായ ബന്ധങ്ങളെ അനാവശ്യകരമായ കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പാടേ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ എത്രയും പോസിറ്റീവായിട്ടിരിക്കാൻ സാധിക്കുന്നു അത്രയും പോസിറ്റീവായിട്ടിരിക്കുക തന്നെ വേണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ് ഇവിടെ വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. ബിഗ് ഹാപ്പി ചേഞ്ചസ് കണ്ടില്ലേ? നിങ്ങൾക്ക് വളരെ നല്ല സന്തോഷകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നുണ്ട്. അത് വരാതിരിക്കില്ല, വരിക തന്നെ ചെയ്യും. വളരെ സന്തോഷകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു, ചേഞ്ചസ് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. എങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കുകയാണെങ്കിൽ മനസ്സിലായി. അടുത്തത് വന്നിരിക്കുന്നത് ബോട്ടം വന്നിരിക്കുന്നത് യെസ് എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും യെസ്, ശരിയാണത്, അങ്ങനെ തന്നെയാണ്. നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കുകയാണെങ്കിൽ മറ്റുള്ള നെഗറ്റീവ് കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ പോസിറ്റിവിറ്റിയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ട്. യെസ്, തീർച്ചയായിട്ടും. മനസ്സിലായതാണ് ഇന്നത്തെ നമ്മുടെ റീഡിങ്. വളരെ നല്ല എനർജിയാണ്. ഇതൊക്കെ നിങ്ങൾ അനുവർത്തിച്ചു പോവുക. അല്ലാതെ ഇത് കണ്ടിട്ട് എനിക്കത് കിട്ടിയില്ല, കുറെ കാലം കൊണ്ട് ഇത് കാണുന്നു എന്നൊക്കെ ഒരു നെഗറ്റീവായ എനർജിയിലിരിക്കുകയായിട്ട് നെഗറ്റീവായ കമന്റ് ഇടുകയോ ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? നമ്മളിതൊന്നും കിട്ടാൻ വേണ്ടിയല്ല നമ്മളൊരു റീഡിങ് എടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് പോസിറ്റീവായ എനർജിയിലിരിക്കാനോ അഥവാ ചില കാര്യങ്ങളിൽ ഒന്നുകൂടെ പോസിറ്റീവായിട്ട് വരാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരിക്കും. അതിനപ്പുറത്തായിട്ട് എനിക്കുമൊന്നും പറയാൻ കഴിയുന്നില്ല. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ ഹാപ്പി ചേഞ്ചസ് കൊണ്ടുവരുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ അതിനായിട്ടാണ് ഇവിടെ ബോട്ടം വന്നിരിക്കുന്ന ആസ്ക് യുവർ ഏഞ്ചൽസ് എന്നുള്ളതാണ്. ഏഞ്ചൽസിനെ കൂടെ നിങ്ങൾക്ക് ഏഞ്ചൽസിനെ കൂടെ നിങ്ങൾക്കൊന്ന് സ്മരിക്കാവുന്നതാണ്. അവർക്ക് താങ്ക് യു പറയാവുന്നതാണ്. അതുപോലെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും പേര് വിളിച്ച് നമുക്ക് ചോദിക്കാവുന്നതാണ് പല കാര്യങ്ങളും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ.
ലൈക്ക് ചെയ്യുന്നതൊക്കെ വളരെ കുറവാണെന്ന് തോന്നുന്നു. ചിലരൊക്കെ ഒരുപാട് മറന്നു പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുപോലെ ഹൈപ്പ് ചെയ്യാൻ മടി വിചാരിക്കരുത്. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.